ഈ വീഡിയോയിൽ ഫെസ്റ്റിയിൽ എങ്ങനെയാണ് നമുക്ക് ടെംപ്ലേറ്റ്സ് സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. അതായത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ID കാർഡ്, പിന്നെ അതുപോലെ ഷീറ്റുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട ജഡ്ജ്മെന്റ് ഷീറ്റ് പോലത്തെ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ പോസ്റ്റേഴ്സ്, ഇതൊക്കെ ഇതിന്റെ ടെംപ്ലേറ്റ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. അതിന് ടെംപ്ലേറ്റ്സിന്റെ പേജിലേക്ക് വരാം. ഇവിടെ 4 ടൈപ്പ് ടെംപ്ലേറ്റ്സ് ആണുള്ളത്: സർട്ടിഫിക്കറ്റ്, ഷീറ്റ്, പോസ്റ്റേഴ്സ്, ID കാർഡ്. അപ്പോൾ നമുക്കിവിടെ ഡിഫോൾട്ട് ആയിട്ട് കുറച്ച് ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. നമുക്കത് എഡിറ്റ് ചെയ്യാം. നമ്മളതായ ടെംപ്ലേറ്റ്സ് നമുക്ക് ഉണ്ടാക്കാനും ന്യൂ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതിനായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കി നോക്കാം. സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് എടുക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഒരു ഡിസൈൻ ഉണ്ട്. നമുക്ക് ഈ ഡിസൈൻ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ലോഗോ ഒന്ന് കാണാൻ കഴിയും. ഇത് ഇവിടെ പിന്നെ നമ്മുടെ ഫെസ്റ്റിയുടെ ലോഗോ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫെസ്റ്റിന്റെ ലോഗോ ഇവിടെ ഓട്ടോമാറ്റിക്കലി മാറുന്ന കാണാൻ കഴിയും. ഇനി സർട്ടിഫിക്കറ്റിന്റെ ഡിസൈൻ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലെ കണ്ടന്റ് ടോട്ടലി ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിന്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാം, ഇതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യാം. അതായത് നമുക്ക് ഓരോന്നും ടോട്ടലി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് ഇതിൽ വരുന്നുണ്ട്. ഇവിടുത്തെ കണ്ടന്റ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് മാറ്റാം. ഇവിടെ ഓരോ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് ഇതൊക്കെ ഓക്കെ, ഈ കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഈ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ കഴിയും സർട്ടിഫൈ ദാറ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതൊരു വാരിയബിൾ ആണ്. ആ കുട്ടിയുടെ പേര് വരാൻ വേണ്ടിയിട്ടുള്ള വാരിയബിൾ ആണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യേണ്ടി വരില്ല. ഹാസ് ബീൻ അച്ചീവ്ഡ് 4/2 എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഈ വാരിയബിൾസ് ആണ്. അപ്പോൾ വാരിയബിൾസ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഇവിടെ കണ്ടന്റ്സ് ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് മാറ്റം വരുത്താം. ഈ വാരിയബിൾസ് ഇവിടെ ആഡ് ചെയ്യണതും നമുക്കിവിടെ എന്താണ്, കണ്ടന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ വാരിയബിൾസ് സെറ്റ് ചെയ്ത് കാണാം. 1 എന്താണ്, 2 എന്താണ്, 3 എന്താണെന്ന് ഇവിടെ കൊടുത്ത് കാണാൻ കഴിയും. ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ ഇത് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഇതുപോലെ തന്നെ നമുക്ക് ഷീറ്റ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓരോ ഷീറ്റുകൾ നമുക്ക് മാറ്റം വരുത്താം. പോസ്റ്റേഴ്സ് നമുക്ക് ഇതേപോലെ മാറ്റാം. പോസ്റ്റേഴ്സ് ഒന്ന് എടുത്തു നോക്കാം. ഫസ്റ്റ് വിത്തൗട്ട് ഗൈഡിന്റെ ഒരു പോസ്റ്ററാണിത്. ഇവിടെ താഴെ നമുക്ക് ഒരു ഇമേജ് എന്നുള്ള സെക്ഷൻ കാണാൻ കഴിയും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ആഡുകൾ കൊടുക്കാൻ ഉള്ള ഓപ്ഷനാണ്. അപ്പോൾ ആഡിന്റെ സൈസ് കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ സൈസിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ സൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആഡ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അവിടെ ലോഗോ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഇതിനനുസരിച്ച് മാറുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ID കാർഡ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളതായ പുതിയൊരു ന്യൂ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റം ടെംപ്ലേറ്റ് കൊടുക്കാം, ടെംപ്ലേറ്റിന്റെ ഒരു പേര് കൊടുക്കാം. ടെംപ്ലേറ്റ് ID കാർഡ് സൈസ് കൊടുക്കാം. പിന്നെ അതുപോലെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ക്രിയേറ്റ് കൊടുക്കാം. ഒരു ID കാർഡിന്റെ പുതിയ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്കൊരു പ്ലേസ് ഹോൾഡർ ഇമേജ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് കൊടുക്കും. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് ഇങ്ങനെ ഉപയോഗിക്കാന്ന് കാണിക്കാം. ഈ ഇമേജ് ഉണ്ട്. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഇമേജുകൾ കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഇമേജസ് കൊടുക്കാം, ഡാറ്റാസ് കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് കൊടുക്കാൻ പറ്റും. ടോട്ടലി നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. സേവ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഈ പുതിയ ടെംപ്ലേറ്റ് ഇനി കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നമ്മൾ ചെസ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണാൻ കഴിയും. അവിടെ ന്യൂ ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ടെംപ്ലേറ്റിന്റെ ഭാഗത്ത് പറയാനുള്ളത്. ടെംപ്ലേറ്റിന്റെ ഭാഗത്ത് നമ്മൾ ഓരോ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അത്യാവശ്യം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കാണാൻ കഴിയും. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്.